മരിയ മോളെ, മരിയ എന്നാർക്കും ഇന്ന് നമുക്കൊരു ലൈവ് പോയാലോ? ലൈവ് വേണ്ട, ഒരു വീഡിയോ എടുക്കാം. അച്ചാറിന്റെ വീഡിയോ. എന്നാ അച്ചാറാടാ? എനിക്ക് കൊതി വരുന്നത് കണ്ടിട്ട്. ഇപ്പൊ ഒന്നും തിന്നണ്ട, വേണമെങ്കിൽ അച്ചാറിന്റെ എടുത്ത് തിന്നാ മതി. എനിക്കിത് സ്കൂളിൽ കൊണ്ടേ ഫ്രണ്ട്സിനൊക്കെ കൊതിപ്പിക്കുന്ന കാര്യം ഓർക്കുമ്പോ തന്നെ എന്ത് രസമാണ്. എനിക്ക് കണ്ടിട്ട് ഇപ്പൊ തന്നെ വായി വെള്ളം വരാൻ തുടങ്ങി. താനിപ്പോ എടുത്ത് തിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോ വെച്ച് അച്ചാറിടാനും വെച്ചാ നമുക്കെന്നാൽ അച്ചാറിട്ടാലോ? ഓക്കേ, നമുക്ക് അച്ചാറിട്ട് തുടങ്ങാം. അപ്പൊ വേണ്ടിയ സാധനം നല്ലെണ്ണ, വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില അതൊക്കെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഉപ്പ്, വിനാഗിരി, പിന്നെ ഇത് ഇടിക്കാനുള്ള സംഭവം ഇത് കട്ടക്കായ, നോർമൽ കായപ്പൊടിയല്ല കട്ടക്കായ. ഞാൻ ആദ്യം കട്ടക്കായോ ഉലുവായും കടുകും കൂടെ ശകലം പൊടിച്ചു വെച്ചിട്ടുണ്ട്. അവരോടും കൂടെ പറയൂ. ഇത് എല്ലാവരെയും കാണിക്കാൻ മറന്നുപോയി. ഞാൻ ആദ്യം ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. കടുകിന്റെ മണമുണ്ട് ഗയ്സ്. അതിന് വേണ്ടി മുളക് പൊടി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണിയാണ് എരിവ്, മഞ്ഞൾ പൊടി, പിന്നെ അതെ കടുക് എപ്പോഴാണെങ്കിലും വേണമല്ലോ. തുടങ്ങിയാലോ? ഓക്കേ, അപ്പൊ നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. എന്തോരം വേണം നല്ലെണ്ണ? എടി അങ്ങനൊന്നും അല്ല, ഒരു ഉദ്ദേശം വെച്ച് അങ്ങുണ്ടാക്കാം. ഒരളവ് ഒരു 3 സ്പൂൺ. ഇത്രയോളം 3 സ്പൂൺ അല്ല, ഇത്രയോളം 1 സ്പൂൺ. ഒരു സ്പൂൺ മതി. അപ്പൊ നമുക്ക് എടുക്കുന്ന സാധനങ്ങളൊക്കെ മുകളിലേക്ക് വെച്ചേക്കാം. കൊളമാക്കിയതിന്റെ പേരിൽ അമ്മ നമ്മളെ ഓടിക്കും. കടുക് എടുത്തേ. കടുക് മെയിൻ ആണ്. കടുകില്ലാതെ ഒരു കറിയും ഉണ്ടാക്കാം. കടുക് എടുത്തേ. കടുകിടാ. ആ സ്പൂണിനകത്ത് നിന്ന് എടുത്തിട്ടോ. ഇത് കറക്റ്റാ. ഇത്രയുള്ള 1 സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഇത്രയും വേണം തോന്നുന്നുണ്ടോ? ഇച്ചിരി കടുക് കിടന്നോട്ടെ. ഇച്ചിരി കൊണ്ട് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. കടുക് നല്ലതാണ്. പക്ഷെ ഞാൻ തിന്നത്തില്ലെന്ന് മാത്രം. അച്ചാറിടുമ്പോ എന്റെ കൊച്ച് തിന്നൂല്ലോ. അച്ചാറ് തിന്നും. അപ്പൊ അത് പൊട്ടും. അത് കഴിയുമ്പോൾ ഒന്ന് പൊട്ടട്ടെ ഗയ്സ്. പൊട്ടിത്തെറിക്കട്ടെ. ഇപ്പം പൊട്ടും. തുടങ്ങി. ഈ കടുകിന് 100 ഐസാണ് പറയുന്നതാ. ഇപ്പൊ എണ്ണ കിടക്കുന്നുള്ള ഐസ് മൊത്തം ജീവൻ വേണേ മാറിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോ ഇവിടെ എവിടെയൊക്കെ പൊട്ടിത്തെറിക്കുന്നതാണ്. കൈയൊക്കെ പൊള്ളിയിട്ടായിരിക്കും ലൈവിലൊക്കെ കേറുന്നത്. അത് കിട്ടുന്നതായിരിക്കും. പൊട്ടി തീരട്ടാണ്. മാലപ്പടക്കം പോലെ. ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും കൂടെയാണ്. മിക്സ് ആക്കി ഞാനതാണ് പറഞ്ഞത്, മാലപ്പടക്കം പോലെ ആയിരിക്കും എന്ന് പറഞ്ഞത്. ഇത് എണ്ണക്കകത്ത് ഒരു 2-3 മിനിറ്റ് വഴറ്റുക. അതെ അതെ, അതാണ്. ഞാനത് മിണ്ടാതിരിക്കുമായിരുന്നു. അച്ചാറുപൊടി ഇല്ലാതെ എങ്ങനെ അച്ചാറുണ്ടാക്കാം എന്നാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം അച്ചാറാണല്ലോ. മുളക് പൊടി, വിനാഗിരി അങ്ങനെയുള്ള ഐറ്റംസ് ആണ് മെയിൻ ആയിട്ടും. പിന്നെ ടേസ്റ്റർ ഞാനാണല്ലേ. എപ്പോഴും എന്ത് സാധനം ഉണ്ടാക്കിയാലും ആദ്യം എന്നെ വിളിക്കും. മരിയേ ഇങ്ങോട്ട് വന്നേ. മരിയേ ഇങ്ങോട്ട് വന്നേ. ഇത് ടേസ്റ്റ് ചെയ്തേ. അതല്ല, നിനക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് തരണമല്ലോ, എന്നിട്ട് തിന്നാൻ. കയ്പില്ലാത്ത നാവാണല്ലോ എന്റേത്, അതുകൊണ്ടാണ് എനിക്കറിയാം. ഞാനിപ്പോ സന്തോഷം കൊണ്ട് വല്ലേ കളിക്കാൻ പോവാ. എനിക്ക് അച്ചാറ് കിട്ടുവേ. വല്ലേ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ്.
അതെ, ഞങ്ങൾ ഈ അച്ചാർ നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കുന്ന അച്ചാറാണിത്. ഞാൻ നിമിഷകവിയാ. രണ്ട് പടം വരച്ചിട്ടുണ്ട്, തന്നെ കാണിച്ചു. നമ്മള് ശരിക്കും ഇന്ന് ലൈവ് പോകാൻ വേണ്ടി ഇരുന്ന എന്നാലിപ്പോ അവിടുത്തെ അച്ചാറിടാണ്. എന്നാ പിന്നെ ലൈവ് വേണ്ട, അച്ചാറിട്ടേക്കാന്ന് വെച്ചു. അപ്പൊ ഇത് ലൈവില്ലേ? ഇനിയും നമുക്ക് 3 സ്പൂൺ മുളക് പൊടി ഇടാം. അത്രയും വേണ്ടല്ലോ, നല്ല എരിവുണ്ട്. സാരല്ല, 3 സ്പൂൺ മുളക് പൊടി. കുഞ്ഞു സ്പൂണാടേ, തന്റെ വലിപ്പം പോലും ഇല്ല. നോക്ക്, അതിന്റെ ഒരു വേറെയുണ്ട്. 3 മതി. കാരണം മുളക് പൊടി മൊത്തം ദീർഘം തോന്നുന്നുണ്ട്. 1/2 സ്പൂൺ കൂടി ഇട്ടേക്കാം. നീ എല്ലാ ദിവസവും സ്കൂളിൽ കൊണ്ടുപോകണമെന്നല്ലേ പറഞ്ഞു, അതുകൊണ്ട് 1/2 സ്പൂൺ മതി. എനിക്ക് എരിവ് ഇഷ്ടമാ. ഹായിച്ചോ, അപ്പൊ അതും പറ്റിയിട്ട് താനല്ലേ ഇത് മെയിനായിട്ട് തിന്നുന്നത്. ഒട്ടും എരിവ് സഹിക്കാൻ തനിക്ക് പറ്റത്തില്ലല്ലോ. വായി കൂടെ ഒക്കെ വെള്ളം വരുന്നു കണ്ടിട്ട്. ഒരു ശകലം മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കാം. ഇല്ലെങ്കില് ഒരു കളർ കിട്ടാതെ അങ്ങനെ ഇരുന്നാലോ അവന്മാർക്കൊരു വിഷമാവൂലേ. അതുകൊണ്ട് ഒരു ശകലം കളറില് എന്റെ വായി കൂടി ഇപ്പൊ തന്നെ വെള്ളം വരുന്നു. ഞാൻ ഇപ്പൊ ചിലപ്പോ ചട്ടിയോടെ എടുത്തു തിന്നിട്ടു. ലോ ഫ്ലെയിമിലാണ് കേട്ടോ തീ. കാശ്മീരി മുളക് പൊടി ശകലം ചേർത്തിട്ടുണ്ട്. നമ്മള് വീട്ടിലെ മുളക് ഉണങ്ങി പൊടിച്ച് മില്ലി കൊണ്ടുപോയി പൊടിച്ച് അത് അങ്ങനത്തെ മുളക് പൊടിയാണിത്. അതുകൊണ്ട് ഇതിന് ഞങ്ങൾ കാശ്മീരി മുളക്. ആരോഗ്യം സംരക്ഷിക്കൂ. ഞങ്ങളുടെ നല്ല ഫ്രഷ് മുളക് എടുത്ത് പൊടിച്ചതാണ്, ഒന്നും പേടിക്കാനില്ല അല്ലേ. നമ്മള് നല്ല ഫ്രഷ് മുളക്. ഇനിയേ ഒരു ശകലം ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. വിനാഗിരി. അത് കുറച്ച് ചേർത്താൽ മതി, ആരോഗ്യത്തിന് അത്ര നല്ലതല്ല, എന്നാലും ഇച്ചിരി ടോപ്പിക്. ശകലം വിനാഗിരി. മതി മതി മതി, എത്രയൊക്കെ മതിയാവും, കുറച്ച് മതി. ഒരുപാട് വിനാഗിരി ഒന്നും ശരീരത്തിന് ആരോഗ്യത്തിന് അത്ര നല്ലതല്ലേ. ഓക്കെ, വരണ്ടായിരുന്നു. നാക്കി കൂടെ ഒക്കെ വെള്ളം വന്നപ്പോ ലവലോലിക്കയിലേക്ക് വെള്ളം വീഴും. ഞങ്ങളുടെ 3ാം ക്ലാസ്സിലെ ഒരു കഥ ഉണ്ടായിരുന്നേ. 2 ജിലേബി കുറിയന്മാരുടെ കഥയാ. ഒരുത്തൻ ജിലേബിന്റെ സ്വപ്നം ഉപ്പിട്ടില്ലല്ലോ നമുക്ക്. തുള്ളി മതി. എന്നായിട്ടോ ഇതേ എന്റെ കൂടെ നിക്കുവല്ലേ, നിനക്കൊരു ശകലം പണി തരാതിരിക്കാൻ പറ്റുമോ? എവിടെ ഇതിന്റെ അകത്തോട്ട് ഇതിനകത്തോ ഇതിവിടെ ഇച്ചിരി കൂടെ ഇട്. നമ്മൾ 2 ഇച്ചിരി ഇട്ടോടി, ശകലോടെ ഇട്ടോ. അത് ഉപ്പ് പിടിക്കണമല്ലോ, നന്നായിട്ട് ഉപ്പ് പിടിക്കണമല്ലോ. തനിക്ക് ഉപ്പ് ഇഷ്ടം, എനിക്ക് എരിവ് ഇഷ്ടം. മതിയായിരിക്കും. മരിയമോളെ, നീ ഒന്ന് നോക്കിക്കോ, നമ്മൾ ഉണ്ടാക്കിയ അച്ചാറ് ഇത് സെറ്റാണോ എന്നൊന്ന് നോക്കുന്നുണ്ടോ? എന്നാടാ വീഴാനൊരു താമസം? മതിയോ? ഇനി ഇതെന്നാ എടുത്തിടാവോ? കൊച്ചിനിടുന്നുണ്ടോ അതേ ഞാൻ ഇടണോ? പതിയെ ചേരിച്ചു പിടിച്ചു. കുറച്ചൊക്കെ ചതങ്ങിട്ടുണ്ട് ഗൈസ്. എനിക്കിപ്പൊ തന്നെ നാക്കി കൂടെ വെള്ളം വരുന്നു. എനിക്ക് ഇനിയും പിടിച്ചേക്കാൻ പറ്റത്തില്ല. ഞാൻ മിക്കപ്പോഴും ഈ പാത്രത്തോടെ ഇപ്പൊ വിഴുങ്ങി കളയും. നല്ലോണം ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിം ആണോടോ ഇട്ടേക്കുന്നത്? കുറച്ചൊക്കെ ലോ. പിന്നെ നമുക്കിത് ഇതെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കാണുമ്പോ തന്നെ മനസ്സിലാവും. കർത്താവേ, ഇത് കൂട്ടുന്ന എല്ലാവർക്കും ഒരാവത്തും വരല്ലേ. എന്റെ പൊന്ന് കർത്താവേ, ഇത് ഇയാളുണ്ടാക്കിയ നല്ല അല്ല, ഇത് തൊടുന്ന നമ്മൾ രണ്ടും നീയും ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ രണ്ടും കൂടെ ഉണ്ടാക്കിയതാ, ഞാൻ തന്നെ ഉണ്ടാക്കിയതല്ല. അപ്പൊ വരുവാണെങ്കിൽ നമ്മൾക്ക് 2 പേർക്കും വരും. എന്റെ പൊന്ന് ദൈവമേ,
ഞങ്ങള് ഇത് ആർക്കെങ്കിലും കൊടുത്തിട്ട് അറിയാതെ അവരുടെ മരിച്ചു പോയി ഞങ്ങളുടെ തലയിൽ കൊണ്ടൊന്നും ഇത് ഞാൻ ഈ ചീമനെല്ലിക്ക ഇതിനകത്ത് ഇട്ടു. അത് ചിലപ്പോഴേ അച്ചാറിന്റെ സ്മെല്ല് ഇങ്ങനെ പറക്കുവല്ലേ. മരിയേ ഞാനിതാ റെഡിയായി ചോറ് വിളമ്പിക്കോ എന്ന് പറഞ്ഞിട്ട് റെഡി ആവുന്നുണ്ടല്ലോ. ഞാനിന്ന് മിക്കപ്പോഴും ഈ പാത്രത്തോടെ എടുത്ത് തിന്ന് കളയും. അപ്പം ഇന്ന് ലാസ്റ്റ് തീർന്നു, നമ്മുടെ അച്ചാർ തീർന്നു. ഇത് കട്ടക്കായമായിരുന്നു നമ്മളുടെ കയ്യിൽ. കായവും ഉലുവ വറുത്ത് പൊടിച്ചതും കടുകും കൂടെ പൊടിച്ചു ഇട്ടു. ആ ഇട ഇത് മുഴുവൻ ഇടാനാ. അപ്പൊ ഇതാണ് നമ്മുടെ കായൊക്കെ പൊടിക്കുന്ന. ഇട ഇതൊരു മേമ്പൊടിയായിട്ട് ലാസ്റ്റ് ഇടുക. ഇത് മണമൊക്കെ കിട്ടി നല്ല രുചിയൊക്കെ ഉണ്ടാവാൻ വേണ്ടി കേട്ടോ. ടെസ്റ്റർ ഞാനാണ് എലിയിലും കുരങ്ങിലും ഒക്കെ പരീക്ഷിക്കുന്ന പോലെ ഇവർ എന്നിലാണ് പരീക്ഷിക്കുന്നത്. സാധാരണ എല്ലാവരും ആദ്യം കുരങ്ങിനും എലിക്കൊക്കെ കൊടുത്ത് പരീക്ഷിക്കുകയല്ലേ. ഇവരെനിക്ക് തന്നാ പരീക്ഷിക്കുന്ന പരീക്ഷണ വസ്തു ഇവിടുത്തെ മെയിൻ പരീക്ഷണ വസ്തു. അപ്പം ഇത് നമ്മളന്ന് പോയപ്പോ മേടിച്ചല്ലേ, നല്ല ഉപകാരമുള്ള ഒരു സാധനം അല്ലേ. നമ്മള് കമ്പത്തില് പോയപ്പോ സ്പൂൺ എടുത്തടാ. അല്ലാത്ത ആ സ്പൂണോടെ ചതച്ച് കളയും. കമ്പത്തിന് പോയപ്പോ ഞങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ ഇവനെ. അപ്പം ഞങ്ങളുടെ ചീമനെല്ലിക്ക അച്ചാറ് റെഡി ആയിരിക്കുകയാണ്. ഇതിനു വേണ്ടി എന്നെ സഹായിച്ച മരിയാമോളെ മരിയാമോൾക്ക് ഞാനൊരു ശകലം കൊടുത്തുകൊണ്ട്, ക്യാമറാമാനും വേണമെങ്കിൽ ഒരു ശകലം കൊടുക്കാം. ഒരു ശകലം ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു. ഇത് നോക്കിക്കേ എങ്ങനെയുണ്ട് എൻ്റെ അച്ചാറെന്ന് പറ. നാളെ വൈകിട്ടാകുമ്പോഴത്തേന് ഇത് നല്ല പിടിച്ച് നല്ല അടിപൊളിയാണ്. അപ്പം ഞങ്ങളുടെ അച്ചാറ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതുപോലെയുള്ള അച്ചാർ നിങ്ങളും ഉണ്ടാക്കി നോക്കണം. 10 മിനിറ്റ് കൊണ്ട് പടപടേന്ന് അച്ചാർ ഉണ്ടാക്കാം. മരിയാമ്മൾ എന്നോട് ചോദിച്ചപ്പോഴേ ഞാനത് റെഡി എന്ന് പറഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് അച്ചാർ. ദേ ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാണ് ഇവിടുത്തെ അംഗം. ഇത് മതി ഇനി ഒരാഴ്ചത്തിന് ചോറിന്, വേറെ ഒരു കറിയും വേണ്ട അവൾക്ക്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.